എറണാകുളം ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പാണിയേലിപ്പോര്. പെരിയാർ നദിയിലെ പാറക്കെട്ടുകളും അതിലെ തുരുത്തുകളും വെള്ളച്ചാട്ടങ്ങളും കല്ലോടിക്കുഴികളുമൊക്കെ ധാരാളം ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന പെരിയാറിന്റെ സൗന്ദര്യമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗത്ത് പെരുമ്പാവൂരിനടുത്തായാണ് പാണിയേലി. മലയാറ്റൂർ വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പ്രകൃതിയുടെ മനോഹാരിത ഇഷ്ടപ്പെടുന്നവർക്ക് ദൃശ്യവിരുന്നാണ് സമ്മാനിക്കുന്നത്. ജംഗിൾ കഫേ എന്നൊരു ചെറിയ റെസ്റ്റോറൻറ്റും ഒരു വീടിനോട് ചേർന്നുള്ള ചെറിയൊരു ഭക്ഷണശാലയും മാത്രമേ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുള്ളൂ. കാട്ടുതേനും വനവിഭവങ്ങളുമൊക്കെ ലഭിക്കുന്ന വനശ്രീ എന്ന കൗണ്ടറുമുണ്ട്. ഭക്ഷണവും വെള്ളവുമൊക്കെ കരുതുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ പരിസരത്തായി കുറേ റിസോർട്ടുകളും ഹോം സ്റ്റേകളുമൊക്കെയുണ്ട്. കോടനാട്, കപ്രിക്കാട് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഇവിടെ അടുത്താണ്. വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ ഇവിടമെല്ലാം ഇലക്ട്രിക് ഫെൻസിംഗ് ചെയ്തിട്ടുണ്ട്. കല്ലു പതിച്ച നടപ്പാതയിലൂടെ നീങ്ങാം. വാഷ് റൂമുകളൊക്കെ ആവശ്യത്തിനുണ്ട്. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ആരവവും ചുറ്റുപാടുമുള്ള വനത്തിൽ നിന്നുയരുന്ന പക്ഷികളുടെയും മറ്റു ജീവികളുടെയും കലപില ശബ്ദങ്ങളുമെല്ലാം ചേർന്ന് ഇവിടെ ലഭിക്കുന്ന ആ ഒരു ആംബിയൻസ് ഒരിക്കലും മറക്കാനാവാത്തതാണ്. മരങ്ങൾക്കിടയിലൂടെയുള്ള പെരിയാറിന്റെ കാഴ്ച. കയറി വരുന്നത് ഒരു ട്രീ ഹൗസ് കാണാം. ഇടതൂർന്ന മരങ്ങളാൽ ചുറ്റപ്പെട്ട നദിക്കരയിൽ ഇരുന്ന് വിശ്രമിക്കുവാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ പലയിടത്തായി ഒരുക്കിയിട്ടുണ്ട്. നവംബർ മുതൽ മെയ് വരെയാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. വേനലിൽ ഒഴുക്ക് കുറയുമ്പോൾ പാറക്കെട്ടുകളും കല്ലോടിക്കുഴികളുമൊക്കെ തെളിഞ്ഞു വരും. ശാന്തവും മനോഹരവുമായ ഒരു പിക്നിക് സ്ഥലമാണിത്. മലയാറ്റൂരും കോടനാടുമൊക്കെ ഇതിൻ്റെ അടുത്ത പ്രദേശങ്ങളാണ്. പുഴയുടെ പല ഭാഗത്തും ചെറുതും വലുതുമായ തുരുത്തുകളുണ്ട്. ചിലതിലൊക്കെ നമുക്ക് കയറുവാനും പറ്റും. തുരുത്തുകൾക്ക് ചുറ്റും പല ശാഖകളായി പെരിയാർ ഒഴുകുന്നു. അങ്കമാലി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് വല്ലം, പാണൻകുഴി, പാണിയേലി വഴി ഇവിടെ എത്താം. പെരുമ്പാവൂരിൽ നിന്ന് വരുന്നവർക്ക് കുറുപ്പംപടി, കൊമ്പനാട്, ക്രാരിയേലി വഴി ഇവിടെ എത്താം. കോതമംഗലം ഭാഗത്തുനിന്ന് വന്നാൽ കോട്ടപ്പടി, പയ്യാൽ വഴി പാണിയേലിയിൽ എത്താം. നല്ല ദൃശ്യഭംഗിയുള്ള ഫോട്ടോഗ്രാഫിക് ലൊക്കേഷനാണ് പാണിയേലിപ്പോര്. ചലച്ചിത്ര നിർമ്മാതാക്കളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ്. മരങ്ങളാൽ ചുറ്റപ്പെട്ടതും പക്ഷികളുടെ ചിലമ്പലും വെള്ളം പാറകളിൽ തട്ടിയൊഴുകുന്ന ശബ്ദവും നല്ല ശുദ്ധവായുവും ചുറ്റുപാടുമുള്ള മലനിരകളുടെ സൗന്ദര്യവുമൊക്കെ കണക്കിലെടുത്താൽ ഒരു മികച്ച വാരാന്ത്യ വിനോദയാത്രയ്ക്ക് പറ്റിയ സ്ഥലമാണ് പാണിയേലിപ്പോര്. ദൂരെ ഒരു ചെറിയ മരപ്പാലം കാണുന്നുണ്ട്. അത് കയറി വേണം പോകാൻ. ഇവിടെ വീണ്ടും ഒരു മരവീട് ഉണ്ട്.
തിരികെ വരുമ്പോൾ നമുക്ക് അതിലൊന്ന് കയറണം. നമ്മൾ പോരിലേക്കുള്ള വഴിയിലാണ്. ഈ മരപ്പാലം കടക്കാം. മുമ്പോട്ട് പോകേണ്ട കൃത്യമായ വഴിയൊക്കെ പാറകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപകടം ഒഴിവാക്കാൻ ഇത് നോക്കി പോവുക. ചുറ്റും നല്ല കാഴ്ചകളാണ്. ഇടമലയാർ വനത്തിൽ നിന്ന് മുള മുറിച്ച് ചെങ്ങാട രൂപത്തിലാക്കി പെരിയാർ നദിയിലൂടെ കാലടി, മലയാറ്റൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു മുളവെട്ടുകാരുടെ പഴയ രീതി. പാറക്കെട്ടുകളും ചുഴികളും കുത്തൊഴുക്കുകളുമൊക്കെയുള്ള നദിയിലൂടെ പരിചയസമ്പന്നനായ ചങ്ങാടക്കാരന് മാത്രമേ ഇങ്ങനെ മുളം തടി ഒഴുക്കിക്കൊണ്ടു പോകാൻ കഴിയുകയുള്ളൂ. ഈ പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെ ചങ്ങാടക്കാരൻ കഠിനമായ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന പ്രദേശം പിന്നീട് പോര് എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടു. ഇതാണ് ഈ പേരിൻ്റെ ചരിത്രം. ഇപ്പോൾ മുളകൾ കൊണ്ടുപോകുന്നത് റോഡ് മാർഗമാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ കഠിനമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെരിയാറിലെ ശുദ്ധമായ സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളത്തിൽ കുളിക്കുവാനായി ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. നീന്തൽ അറിയുന്നവർക്കും അറിയാത്തവർക്കുമൊക്കെ അപകടരഹിതമായി കുളിക്കുവാൻ പറ്റിയ ധാരാളം സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. സുരക്ഷിതമായ സ്ഥലങ്ങൾ കയറുകൊണ്ട് വേലികെട്ടി തിരിച്ചിരിക്കുന്നു. മരപ്പാലങ്ങൾ വേറെയുമുണ്ട്. പാറപ്പിളർപ്പുകൾക്കിടയിൽ കണ്ടൽ മരങ്ങൾ ധാരാളം വളർന്നിരിക്കുന്നു. ഇതിനിടയിലൂടെ ഇങ്ങനെ നടക്കാം. ഇവിടെയൊക്കെ ആനയിറങ്ങുന്ന സ്ഥലമാണ്. ഓർക്കുക, കയറ് കെട്ടി തിരിച്ചിരിക്കുന്നതിന് അപ്പുറം കടക്കരുത്, അപകടമാണ്. പാണിയേലി പോരിൻ്റെ ഒരു പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ പാറകളിൽ കാണുന്ന കുഴികൾ. ശക്തമായ ഒഴുക്കിൽ പാറയുടെ മുകളിൽ പെട്ടുപോകുന്ന വലിയ കല്ലുകൾ തിരിഞ്ഞ് കുഴി രൂപപ്പെടുകയും പിന്നീട് അതിനുള്ളിൽ പെട്ടുപോകുന്ന കല്ലുകൾ അതിനകത്ത് കിടന്ന് കറങ്ങി കുഴി വലുതാവുകയും ചെയ്യുന്നു. പാറപ്പരപ്പുകൾ ഉള്ള പുഴകളിൽ പൊതുവെ കാണപ്പെടുന്ന ഇത്തരം കുഴികളെ കല്ലാടിക്കുഴികൾ അല്ലെങ്കിൽ കല്ലോടിക്കുഴികൾ എന്നൊക്കെ പറയപ്പെടുന്നു. ഓരോ പ്രദേശങ്ങളിലും ഇവയ്ക്ക് വ്യത്യസ്ത പേരുകൾ ഉണ്ടാവാം.
നിരന്തരമായി വെള്ളം ഒഴുകുന്നതിനാൽ പാറകളിൽ വഴുവഴുപ്പും വർദ്ധിച്ച അടിയൊഴുക്കും ഉണ്ടാവും. ജലനിരപ്പിനു താഴെ ഇത്തരം കല്ലോടിക്കുഴികൾ ഉള്ളത് അതീവ അപകടകരമാണ്. 90-ലധികം ആളുകൾ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഭൂതത്താൻകെട്ട് ഡാം തുറന്നുവിട്ടാൽ ഇവിടെ ക്രമാതീതമായി ജലനിരപ്പ് ഉയരും. ഇവ കാണുവാൻ രസമാണെങ്കിലും ഇവിടുത്തെ പ്രധാന അപകട സാധ്യതകളിലൊന്ന് ഇതുതന്നെയാണ്. ഇവിടെ കയറ് കെട്ടിയും മറ്റും അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾക്ക് വെളിയിലേക്കിറങ്ങാൻ യാതൊരു കാരണവശാലും ശ്രമിക്കരുത്. പാറപ്പിളർപ്പുകളിലും കല്ലാടിക്കുഴികളിലും വീഴാതെയും നോക്കണം. ഈ കുഴികൾ ആഴമുള്ളവയും അപകടകാരികളുമാണ്. ഇവിടെ മദ്യം അനുവദനീയമല്ല. പ്ലാസ്റ്റിക് രഹിത മേഖലയുമാണ്. വനസംരക്ഷണ സമിതിയുടെയും വനം വകുപ്പിൻ്റെയും ഗാർഡുകൾ ഉണ്ടെന്നതൊഴിച്ചാൽ മറ്റ് അധികം റെസ്ക്യൂ സംവിധാനങ്ങളൊന്നും ഇവിടെയില്ല. സ്വന്തം സുരക്ഷ സ്വയം നോക്കുക. പാണിയേലി പോരിൻ്റെ പ്രധാന ഭാഗം ഇതാണെന്ന് പറയാം. ഇതിലൊന്ന് കയറണം. നല്ല സുന്ദരമായി നിർമ്മിച്ചിരിക്കുന്നു. എന്നാൽ ഇതിൽ കയറുക അല്പം ശ്രമകരമാണ്. കയറുന്നത് സൂക്ഷിച്ചു വേണം. കുത്തനെയുള്ള ഗോവണിയാണ്. കൈവരികളും അത്ര പോരാ. കയറുന്നതിലും സാഹസം ഇറങ്ങുന്നതാണ്. ഈ ഗോവണി ഒന്ന് പരിഷ്കരിച്ചാൽ വളരെ നന്നായിരുന്നു. ഇതിന് മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരം. വിശാലമായ പുഴയും അതിരിട്ടു നിൽക്കുന്ന നിബിഡ വനവും അതിനു പിന്നിലായി മലയാറ്റൂർ മലനിരകളും. മുള കൊണ്ട് നിർമ്മിച്ച മരവീടാണ്. ഏറുമാടമെന്നും പറയും.
ഈറ്റയുടെ ഇലയാണ് ഇതിൻ്റെ മുകൾ ഭാഗം മേയാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല വൃത്തിയായും ഭംഗിയായും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയൊന്ന് ഇവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. താഴെ 2 മദാമ്മമാർ ഒച്ചപ്പാടുണ്ടാക്കുന്നുമുണ്ട്. പെരിയാറിൻ്റെ തീരം ഇങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അക്കരെ വനത്തിൽ നിന്ന് ആന കയറി വരും. പെരിയാർ അങ്ങനെ നിരന്നൊഴുകുകയാണ് ആലുവ പുഴയായി മാറാൻ. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.